ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഗോൾഡിൻ്റെ ഒരു അനലൈസിങ് ആണ്. നമുക്കറിയാം നെക്സ്റ്റ് വീക്കിൽ ഗോൾഡിൽ എന്തെല്ലാം എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന കാണാനൊക്കെയാണ് പറഞ്ഞാണ് പോകുന്നത്. നമ്മൾ മുന്നേ ഈ ചാനലിൽ നമ്മൾ വീഡിയോസ് ചെയ്യാറുണ്ടായിരുന്നു, അങ്ങനെ വീക്ക്ലി അനലൈസിങ് പോലത്തെ ഒരു വീഡിയോ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് പേർക്ക് ഡൗട്ട് ഉണ്ട്. ഇപ്പോൾ നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയിട്ട് ഗോൾഡ് നല്ല രീതിക്ക് മുള്ളിച്ച് പോയിട്ടുണ്ട്. അപ്പോൾ എപ്പോഴാണ് സെല്ലിങ് വരാനുള്ള ചാൻസ്, അതുപോലെ തന്നെ സെല്ലിങ് എവിടെ നമുക്ക് സെല്ല് എടുക്കാൻ പറ്റും, ബൈ ട്രെൻഡ് തന്നെയാണോ, അങ്ങനെ ഒരുപാട് ഡൗട്ട് കാണാനൊക്കെ എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയക്കാറുണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാം ഓൾറെഡി ബൈ ട്രെൻഡ് ആണ്, അപ്പോൾ നമുക്കൊരു സെല്ലിങ് ചാൻസ് കാണുന്നുണ്ട് ഇവിടെ. അപ്പോൾ നമുക്ക് എവിടെ നിന്നൊക്കെ ഇത് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും കാണാനൊക്കെയാണ് പറഞ്ഞാണ് പോകുന്നത്. അതും നമ്മുടെ ഒരു സ്ട്രാറ്റജി പ്രകാരമുള്ള ഒരു വ്യൂ ആണ് പറയുന്നത്. നിങ്ങൾക്ക് ഒരു വീഡിയോ കണ്ട ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യുക, നിങ്ങളായിട്ടുള്ള ഒരു അനലൈസിങ്ങും നിങ്ങളുടെ സ്ട്രാറ്റജിക്ക് അപ്ലൈ ചെയ്തിട്ട് കൺഫർമേഷൻ ഉണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്യുക, ട്രേഡിൽ എൻ്റർ ചെയ്യുക. ഓക്കെ, ഇത് നമ്മുടെ സ്ട്രാറ്റജി പ്രകാരം ഒരു വ്യൂ ആണ് ഞാൻ പറഞ്ഞാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഗോൾഡിൻ്റെ ചാർട്ട് ഈ ഒരു വീഡിയോയിൽ ഞാൻ ഗോൾഡ് മാത്രമാണ് അനലൈസ് ചെയ്യാൻ പോകുന്നത്. ജസ്റ്റ് അതിനൊരു ഡൗൺ സൈഡ് വരികയാണെങ്കിൽ എവിടെ നിന്നൊക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും, ടാർഗറ്റ് എവിടെ വെക്കാം, സ്റ്റോപ്പ് ലോസ് എവിടെയൊക്കെ എക്സ്പെക്ട് ചെയ്യാൻ കാണാനൊക്കെ പറഞ്ഞാണ് പോകുന്നത്. ഓക്കെ, നമ്മളിവിടെ ഫസ്റ്റ് എടുത്തിട്ടുള്ള ഡെയിലി ക്യാൻഡിലാണ്. അതിന് മുന്നായിട്ട് ഒരു കാര്യം പറയട്ടെ, നിങ്ങൾക്ക് ആവശ്യമുള്ള ഡൗട്ട് ചോദിക്കാനായിട്ടും അതുപോലെ തന്നെ ടെലിഗ്രാം ഫ്രീ ചാനലുകളൊക്കെ അവൈലബിൾ ആണ്. ഫ്രീ ആയിട്ടുള്ള ടെലിഗ്രാം ചാനലുണ്ട്, വാട്സപ്പ് ചാനലുണ്ട്, എല്ലാം അവൈലബിൾ ആണ്. താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട് ഓരോന്നിൻ്റെയും. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യാവുന്നതാണ്. പിന്നെ എന്നെ കോൺടാക്ട് ചെയ്യണമെങ്കിൽ താഴത്തെ വാട്സപ്പിൻ്റെ ലിങ്ക് ഉണ്ട്, ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, ചാറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, നമുക്ക് അനലൈസിനോട് പോവാം. അതായത് നമ്മൾ ഇവിടെ എടുത്തിട്ടുള്ളത് ഡെയിലി ക്യാൻഡിലാണ്. ഓക്കെ, ഓരോ ദിവസത്തെ ക്യാൻഡിൽസ് ആണ് ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് എന്ത് ചെയ്യുക, ചാർട്ട് ഒന്ന് റീഡ് ചെയ്യാം. ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യുക, സെല്ലിംഗ് സോൺ, ബൈയിങ് സോൺ കാണാനൊക്കെ, അതായത് റെസിസ്റ്റൻസ് ലൈനും സപ്പോർട്ട് ലൈനും സെല്ലിംഗ് ഏരിയ, ആ ഒരു ഏരിയ ഒക്കെ എന്ത് ചെയ്യുക, നമുക്ക് എന്ത് ചെയ്യുക, മാർക്ക് ചെയ്യുക ഇവിടെ. എന്നിട്ട് നമുക്ക് ഫസ്റ്റ് ആ ഒരു സെറ്റപ്പാണ് ചെയ്യേണ്ടത്. ഫസ്റ്റ് എന്ത് ചെയ്യുക, നമുക്ക് സെല്ലിംഗ് സോണും ബൈയിങ് സോണും സപ്പോർട്ട് ലൈനും കാണാനൊക്കെ എന്ത് ചെയ്യുക, മാർക്ക് ചെയ്ത് വെക്കുക. എന്നിട്ടാണ് നമ്മൾ അനലൈസിങ് വരുന്നത്. ഓക്കെ, നമ്മുടെ ഡെയിലി ക്യാൻഡിൽ ഫസ്റ്റ് മാർക്ക് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഫസ്റ്റ് നമുക്ക് ഡെയിലി ക്യാൻഡിൽ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് നമുക്ക് സെല്ലിംഗ് സോൺ മാർക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇവിടെ മാർക്കറ്റിൽ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം അത്യാവശ്യം ബൈ ട്രെൻഡ് ആണ് മാർക്കറ്റ് ഉള്ളത്. ഇവിടെ കാണിട്ട് പറ്റും, കഴിഞ്ഞ ഒരുപാട് ദിവസങ്ങളായിട്ട് മാർക്കറ്റ് ഫുള്ള് ബൈ ട്രെൻഡ് ആണ്. ഇവിടുന്ന് മുതൽ മാർക്കറ്റ് ഫുള്ള് ബൈ തന്നെയാണ്. ഓക്കെ, ഇത്രയും ബൈ കയറിയിട്ടാണ്. അതിൻ്റെ അടുത്ത് എന്തെങ്കിലും സെല്ലിംഗ് ക്യാൻഡിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരേ പേർക്ക് അവിടെ നിന്ന് പണി കിട്ടിയിട്ടുണ്ട്. അപ്പം ഇവിടെ നമുക്ക് എക്സാമ്പിൾ പറയാം, ഇവിടെ സെല്ലിംഗ് നടന്നിട്ടുണ്ട്, ഒരു സെൽ ക്യാൻഡിലാണ്. അപ്പോൾ ഇവിടെ എല്ലാവരും വിചാരിച്ചിട്ടുണ്ടാവും ഇവിടെ നല്ല സെല്ലിംഗ് ആണ് നടന്നിട്ടുള്ളത്, നല്ലൊരു ന്യൂ മാർക്കറ്റിൻ്റെ ഫുൾ ഡൗൺ സൈഡ് ആയിരുന്നു. പക്ഷെ നേരെ ഓപ്പോസിറ്റ് സംഭവിച്ചിട്ടില്ല. മാർക്കറ്റ് വന്ന് നേരെ റിവേഴ്സിൽ പോയി ബുള്ളിഷ് ആയിട്ടുണ്ട് ഇപ്പോൾ മാർക്കറ്റ്. അപ്പോൾ ഇനി നമുക്ക് ആ ഒരു ട്രാപ്പ് നമുക്ക് വരരുത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു അനലൈസ് ചെയ്യാൻ എൻ്റെ ഒരു വ്യൂവിൽ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, നമുക്കറിയാം കഴിഞ്ഞ ദിവസം ഫുള്ള് ബൈ ട്രെൻഡ് ആണ്. അപ്പോൾ നമുക്ക് ഇനി എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം പറഞ്ഞുതരാം. ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യുക, സെല്ലിംഗ് സോണുകൾ എന്ത് മാർക്ക് ചെയ്യുക, സപ്പോർട്ട് ലൈനും റെസിസ്റ്റൻസ് ലൈനും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, മാർക്ക് ചെയ്യാം. ഫസ്റ്റ് നമുക്കറിയാം ഇവിടെ മാർക്കറ്റിൽ ഇവിടെ ബുള്ളിഷ് വന്ന്, ഇവിടെ മാർക്കറ്റ് ബുള്ളിഷ് വന്ന് ഡൗൺ സൈഡ് പോയിട്ടുണ്ട്. വീണ്ടും മാർക്കറ്റ് ഇവിടെ വന്നിട്ട് വീണ്ടും ഡൗൺ സൈഡ് പോയിട്ടുണ്ട്. നമുക്കറിയാം ഇവിടെ എന്തോ ഒരു സെല്ലിംഗ് സോൺ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് ചെയ്യാം, മാർക്ക് ചെയ്യാൻ വേണ്ടി പോവാണ് ഈ ഒരു ലൈന്. ഓക്കെ, സ്ട്രെയിറ്റ് ഇതൊരു സെല്ലിംഗ് സോൺ ആണ്. ഇതിന്റെ റീസൺ എന്താണ് ഞാൻ പറഞ്ഞുതരാം. മാർക്കറ്റ് ഇവിടെ ബുള്ളിഷ് വന്നു, ഇവിടെ നിന്ന് റിജക്ഷൻ ആയി, മാർക്കറ്റ് ഡൗൺ സൈഡ് പോയിട്ടുണ്ട്. വീണ്ടും മാർക്കറ്റ് ടെസ്റ്റ് ചെയ്യേണ്ടി വന്നു, ഇവിടെ റിജക്ഷൻ ആയി, മാർക്കറ്റ് വീണ്ടും ഡൗൺ സൈഡ് വന്നിട്ടുണ്ട്. വീണ്ടും മാർക്കറ്റിൽ വന്നിട്ട് ഇവിടെ റിജക്ഷൻ ക്ലോസ് ആയി, ബട്ട് ഇത് ബ്രേക്ക് ഔട്ട് സംഭവിച്ചിട്ടുണ്ട് കഴിഞ്ഞ 2 ദിവസങ്ങളിലായിട്ട്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഇവിടെ സെല്ലിംഗ് സോൺ ഉണ്ട്, നമുക്ക് മനസ്സിലായി ഇവിടെ സെല്ലിംഗ് സോൺ. അതുകൊണ്ട് ഞാൻ ഇവിടെ ഒരു ലൈൻ വരച്ചിട്ടുണ്ട്. ഇതൊരു സെല്ലിംഗ് സോൺ ആയിരുന്നു. അതായത് ഇവിടെ ഓൾറെഡി ബ്രേക്ക് ഔട്ട് ആയതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ബ്രേക്ക് ഔട്ട് ആയില്ലെങ്കിൽ ഇത് സെല്ലിംഗ് സോൺ തന്നെയാണ് ഇപ്പോഴും. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ഈ ഒരു ക്യാൻഡിൽ എന്ത് ചെയ്തു, ഫുള്ളായിട്ട് സെല്ലിംഗ് നടന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്ത് ചെയ്തു, മാർക്കറ്റ് വീണ്ടും റീടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഈ ലൈനിലോട്ട് പോയി, ബട്ട് അതെന്തായിട്ടുണ്ട്, ബ്രേക്ക് ഔട്ട് സംഭവിച്ചിട്ടുണ്ട്. അവിടുത്തെ സെല്ലേഴ്സിനേക്കാളും ബയേഴ്സ് എൻ്റർ ആയിട്ടുണ്ട്. മാർക്കറ്റ് ആ ഒരു സെല്ലിംഗ് സോൺ എന്ത് ചെയ്തു, ബ്രേക്ക് ഔട്ട് സംഭവിച്ചു. സോ എന്താണ്, മാർക്കറ്റ് ഇപ്പോഴും കറൻ്റ്ലി ഫുൾ ബുള്ളിഷിലാണ് മാർക്കറ്റ് ഉള്ളത് ഇപ്പോൾ. ഓക്കെ, കംപ്ലീറ്റ് ബൈ ട്രെൻഡിലാണ് മാർക്കറ്റ് ഇപ്പോഴും ഉള്ളത്. ഇനി നമുക്ക് അടുത്ത സെല്ലിംഗ് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഈ ഒരു സെല്ലിങ്ങിനെ കഴിഞ്ഞു, അതായത് ബ്രേക്ക് ഔട്ട് സംഭവിച്ചിട്ടുണ്ട് ഈ ഒരു ലൈന്. ഓക്കെ, അപ്പോൾ ഇനി മാർക്കറ്റ് ഇപ്പോഴും ബൈ ട്രെൻഡ് തന്നെയാണ്. നമുക്കൊരു സെല്ലിങ്ങും ഒരു ബൈയിങ്ങും നോക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു 4 ഹവറിൽ ജസ്റ്റ് വെയിറ്റ് 4 ഹവർ ചാർട്ട് നോക്കാം. 4 ഹവർ ചാർട്ടിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് എന്തിന് സപ്പോർട്ട് ലൈനും സെല്ലിംഗ് സോൺ നോക്കാം. ജസ്റ്റ് വെയിറ്റ്, ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു സപ്പോർട്ട് ലൈൻ ഉണ്ട്. ഓക്കെ, ഈ ഒരു ലൈനിൽ സപ്പോർട്ട് ലൈനാണ്. നമുക്ക് ഇവിടെ നോക്കുകയാണെങ്കിൽ കാണാനായിട്ട് പറ്റും, ഇത് സപ്പോർട്ട് ലൈനാണ്. കാരണം മാർക്കറ്റ് ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, ഇവിടെ കുറേ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് ബ്രേക്ക് ഔട്ട് സംഭവിച്ചിട്ടില്ല. ഇവിടെ നോക്കുകയാണെങ്കിൽ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഇവിടെ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഇതൊക്കെ മാർക്കറ്റ് ടെസ്റ്റ് ചെയ്യും. ഇവിടെ ജസ്റ്റ് ഒരു ബ്രേക്ക് ഔട്ട് സംഭവിച്ച് വീണ്ടും റിവേഴ്സിൽ പോയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു സപ്പോർട്ട് ലൈനായിട്ട് ഞാൻ എടുക്കുന്നുണ്ട്. ഓക്കെ, ഈ ഒരു ലൈന് ഇത് സപ്പോർട്ട് ലൈനാണ്. അപ്പോൾ ഇവിടുന്ന് ഇത് നമ്മുടെ മറ്റേ ഡെയിലി ക്യാൻഡിൽ വരച്ചിട്ടുള്ള
ആ ഒരു ലൈൻ സെല്ലിംഗ് സോൺ. ഓക്കെ, ആ സെല്ലിംഗ് സോൺ ഫോർവേഡ് ഇവിടെ ബ്രേക്ക്ഔട്ട് സംഭവിച്ചിട്ടുണ്ട്. റീടെസ്റ്റിംഗിലാണ് ഉള്ളത്. കഴിഞ്ഞ ഫ്രൈഡേ കഴിഞ്ഞ ദിവസം ഇത് റീടെസ്റ്റിംഗിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഇനി എൻ്റെ ഒരു അഭിപ്രായം നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് വീണ്ടും ബുള്ളിഷ് ഇങ്ങനെ പോകുമായിരിക്കും. ജസ്റ്റ് റീടെസ്റ്റ് ഇവിടെ വന്നിട്ട് അല്ലെങ്കിൽ ഇത് റീടെസ്റ്റ് എടുത്തിട്ട് ബുള്ളിഷ് പോകാനുള്ള ചാൻസ് ആണുള്ളത്. ഓക്കെ, ഇനി അഥവാ സെല്ലിംഗ് വരാനുള്ള ചാൻസ് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഫോർവേഡ് ക്യാൻഡിൽ ഇവിടെ ഇപ്പോൾ റീടെസ്റ്റ് വരും. അതുപോലെ അല്ലെങ്കിൽ ഇവിടെ ടെസ്റ്റ് വരും. ഇവിടെ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ലൈൻ എന്ത് ചെയ്യുക, നോക്കി വെക്കുക. 2928 ഫോർവേഡ് ക്യാൻഡിൽ ബ്രേക്ക്ഔട്ട് സംഭവിക്കുകയാണെങ്കിൽ, ഓക്കെ, 4 മണിക്കൂർ ചാർട്ടിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഇവിടെ ഒരു ബ്രേക്ക്ഔട്ട് സംഭവിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഒരു സെല്ലിലോട്ട് മാറാവുന്നതാണ്. മാർക്കറ്റ് വീണ്ടും സെല്ലിലോട്ട് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഓക്കെ, പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഓക്കെ ഫോർവേഡിൽ നോക്കുകയാണെങ്കിൽ ഞാൻ പറയുന്ന സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം. ഇപ്പോൾ ഒരു 1 അവർ നോക്കുമ്പോൾ ഞാൻ കാണിച്ചു തരാം. കംപ്ലീറ്റ് ബൈ ട്രെൻഡ് ഒരു ട്രെൻഡ് ലൈൻ ഇവിടെ ഉണ്ടായിരുന്നു, സെൽ ട്രെൻഡ് ഉണ്ടായിരുന്നു. ഞാൻ കാണിച്ചു തരാം. ഇവിടെ ട്രെൻഡ് ലൈൻ ഉണ്ട്. ഓക്കെ, ട്രെൻഡ് ലൈനൊക്കെ നമുക്ക് കറക്റ്റ് ലൈനിന് വരക്കാൻ പറ്റുകയാണെങ്കിൽ അത്രയും പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ട്രേഡ് എടുക്കാൻ പറ്റും. ഓക്കെ, ഷുവറായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. നമുക്കറിയാം ഇവിടെ ട്രെൻഡ് ലൈൻ ഉണ്ട് മാർക്കറ്റിൽ. ഇവിടെ മാർക്കറ്റ് വന്നു, വീണ്ടും ഡൗൺ സൈഡ് വന്നു, വീണ്ടും ടെസ്റ്റ് ചെയ്യാണ്ട് വന്നു, ഡൗൺ സൈഡ്, വീണ്ടും ടെസ്റ്റ് ചെയ്തു ഡൗൺ സൈഡ്, വീണ്ടും ഇവിടെ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ട്രെൻഡാണ്, സെൽ ട്രെൻഡാണ് ഇവിടെ ഉള്ളത്. ഓക്കെ, ദെൻ അതിനുശേഷം എന്തായി, മാർക്കറ്റ് ഇവിടെ ബ്രേക്ക്ഔട്ട് സംഭവിച്ചു, ഇത് റീടാപ്പ് ചെയ്തു, ഒരു റീടെസ്റ്റ് ചെയ്തു. ഇവിടെ നമുക്ക് എന്ത് ഇവിടെ ശരിക്കും ഒരു ബൈ എടുക്കാവുന്നതാണ്. കഴിഞ്ഞ ദിവസം ബൈ ട്രെൻഡ് ഒക്കെ ഇവിടെ നിന്ന് എടുത്തിട്ടുണ്ട്, ബൈ ട്രേഡ് എടുത്തിട്ടുണ്ട് ഇവിടെ നിന്ന്. ഓക്കെ, ഇവിടെ നിന്ന് മാർക്കറ്റ് റീടെസ്റ്റ് ചെയ്തു, ബുള്ളിഷ് പോയിട്ടുണ്ട്, വീണ്ടും ഡൗൺ സൈഡ് വന്നിട്ടുണ്ട്. ഇവിടെയാണ് മാർക്കറ്റ് ക്ലോസ് ആയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് എൻ്റെ ഒരു വ്യൂ പ്രകാരം നോക്കുകയാണെങ്കിൽ നെക്സ്റ്റ് ഡേ മാർക്കറ്റ് ഓപ്പൺ ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്, ഇത് നേരെ പോയിട്ട് അപ്ലൈ ചെയ്യരുത്. ജസ്റ്റ് മാർക്കറ്റ് ഓപ്പൺ ആയിട്ട് നാളത്തെ മാർക്കറ്റ് സെന്റിമെന്റിൽ എന്താ നമുക്ക് പറയാൻ പറ്റത്തില്ല. ചാർട്ടിൽ ടെക്നിക്കലി ഒന്ന് റൺ ആയി തുടങ്ങിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഈ ഒരു 4 അവർ ക്യാൻഡിൽ നോക്കുക, ഈ ഒരു ലൈൻ നോക്കുക. ഇത് ബ്രേക്ക്ഔട്ട് സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, സെല്ലിംഗ് സോൺ ആണെന്ന് കൺഫേം ആക്കാം. ഓക്കെ, 29, 28 എന്നുള്ള ലൈന് 4 അവർ ക്യാൻഡിൽ വന്നിട്ട് ബ്രേക്ക്ഔട്ട് സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, സെല്ലിലോട്ട് മാറാം. നമുക്ക് എസ് എൽ എന്ത് ചെയ്യാം, ഒരു 7 പോയിന്റ് എസ് എൽ വെച്ചിട്ട് എന്ത് ചെയ്യുക, ട്രേഡ് ഓപ്പൺ ചെയ്യാവുന്നതാണ്. നിങ്ങൾ റിസ്ക് പ്രകാരമുള്ള ലോഡ്സ് ചെയ്ത് ഓപ്പൺ ആക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ട്രേഡ് ഓപ്പൺ ചെയ്യാവുന്നതാണ്. ഇനി നേരെ പക്ഷേ നിങ്ങൾ ബൈ ആണ് നോക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ ഓൾറെഡി ട്രെൻഡ് ലൈൻ ബ്രേക്ക്ഔട്ട് സംഭവിച്ചു, റീടെസ്റ്റ് ചെയ്തു, വീണ്ടും മാർക്കറ്റ് ബുള്ളിഷ് പോയിട്ടുണ്ട്, വീണ്ടും ഡൗൺ സൈഡ് വന്നു. ഇനിയിപ്പോൾ മാർക്കറ്റ് അഥവാ ഈ ലൈനിലോട്ട് വീണ്ടും വരുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഇവിടുന്ന് റിജക്ഷൻ ക്ലോസ് സംഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 4 അവറിലായാലും 1 അവറിലായാലും നിങ്ങൾക്ക് മാർക്കറ്റോട് വന്നിട്ട് ഈ ഒരു ലൈനിലോട്ട് വരുന്ന ഞാൻ പറഞ്ഞു, ഇത് ബ്രേക്ക്ഔട്ട് സംഭവിച്ചാൽ മാർക്കറ്റ് സെല്ലിലോട്ട് മാറും. 4 അവർ ക്യാൻഡിൽ വന്നിട്ട് ഇത് ബ്രേക്ക്ഔട്ട് സംഭവിച്ചാൽ സെല്ലിലോട്ട് മാറും. അഥവാ ഈ ഒരു 4 അവർ ക്യാൻഡിൽ ബ്രേക്ക് ആവാതെ റിജക്ഷൻ ക്ലോസിൽ സംഭവിച്ചത് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ബൈ ട്രെൻഡ് എടുക്കാവുന്നതാണ്, ബൈ ട്രേഡ് എടുക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ ബൈയിലേക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പം നമുക്കറിയാം മാർക്കറ്റ് അത്രയും ടോപ്പിലാണ്, നമുക്കറിയാം സംഭവം ബൈ ട്രേഡ് എടുക്കുമ്പോൾ റിസ്ക് ആണ്. പക്ഷെ നമുക്ക് സ്റ്റോപ്പ് ലോസും കാണുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ടെൻഷൻ എടുക്കേണ്ട കാര്യമില്ല. അത് അപ്പോൾ ഓൾറെഡി ടോപ്പിലാണ് മാർക്കറ്റ് എന്ന് വിചാരിച്ചിട്ട് മാർക്കറ്റ് ഇനി മേലേക്ക് പോകില്ലെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. വീണ്ടും ബുള്ളിഷ് പോകാനുള്ള ചാൻസ് ഹൈ ആണ്. ഓക്കെ, അപ്പോൾ എൻ്റെ ഒരു വ്യൂ ആണ് കുറച്ചുകൂടെ മാർക്കറ്റ് ബുള്ളിഷ് പോയിട്ട് ഒരു ഡൗൺ സൈഡ് ആയിരിക്കും ഉണ്ടാവുന്നത്. അത് ഞാൻ ഇപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം. എൻ്റെ ഒരു വ്യൂ ഞാൻ പറഞ്ഞുതരാം, എൻ്റെ ടാർഗറ്റ് ലെവൽ എങ്ങനെയാണ് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞത് നിങ്ങൾ 4 അവർ ക്യാൻഡിൽ നോക്കുക, എത്രത്തോളം ടൈം ഫ്രെയിം കൂടുന്നു അത്രത്തോളം അക്യുറസി കൂടുന്നതായിരിക്കും. ഇപ്പം ഈ ഒരു ക്യാൻഡിൽ അഥവാ ഇപ്പോൾ ഇങ്ങനെ പോയേക്കാം, മാർക്കറ്റ് ബുള്ളിഷ് പോകാനുള്ള ചാൻസ് ഉണ്ട്. അഥവാ ഈ ഡൗൺ സൈഡ് വരുവാണെന്നുണ്ടെങ്കിൽ, ഈ ലൈനിലോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇത് ബ്രേക്ക്ഔട്ട് ആയ സെല്ലിലോട്ട് നോക്കാം, ട്രേഡൊക്കെ സെല്ലിലോട്ട് നോക്കാം. അഥവാ അത് ബ്രേക്ക് ആവാതെ റിജക്ഷൻ ക്ലോസിലാണ് ഇവിടെ സംഭവിച്ചത്, ഇതുപോലെ തന്നെ റിജക്ഷൻ ക്ലോസ് ആണ് ഇവിടെ സംഭവിച്ചത്, എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ബൈ ട്രെൻഡ് നോക്കാം, ബൈ ട്രേഡ് ഇവിടെ നിന്ന് എടുക്കാം. ഇത് ബ്രേക്ക്ഔട്ട് ആയാൽ എക്സിറ്റ് ആവാം. ഓക്കെ, അത്രേ ഉള്ളൂ. നമ്മൾ ബൈയിലേക്ക് നോക്കുന്നവർക്കുണ്ടെങ്കിൽ ഈ ഒരു ഏരിയ എന്നൊക്കെ എന്ത് ചെയ്യുക, ബൈ എടുക്കാവുന്നതാണ്. ഇവിടെ വരികയാണെങ്കിൽ മാത്രം കേട്ടോ, ഇവിടെ റേഷൻ ക്ലോസ് നടക്കുകയാണെങ്കിൽ മാത്രം എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ബൈ ട്രേഡ് എടുക്കാം. ഇത് ബ്രേക്ക്ഔട്ട് ആയാൽ പിന്നെ സെല്ലായിരിക്കും ചാൻസ് കൂടുതൽ. കാരണം വെച്ചാൽ നമുക്കറിയാം ട്രെൻഡ് ലൈൻ ഉണ്ട്, ബ്രേക്ക്ഔട്ട് സംഭവിച്ചു, റീടെസ്റ്റിലാണ് ഞാനിവിടെ എൻട്രി എടുക്കാൻ വേണ്ടി പറയുന്നത്. ഓക്കെ, ഈ ഒരു മാർക്കറ്റിൽ റീടെസ്റ്റ് വരുമ്പോഴാണ് എൻട്രി എടുക്കാൻ വേണ്ടി ഞാൻ പറയുന്നത്. ഇനി അതായത് ബ്രേക്ക്ഔട്ട് സംഭവിച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, മാർക്കറ്റിന് എക്സിറ്റ് ആവുക, സെല്ലിലോട്ട് നോക്കാവുന്നതാണ്. ഓക്കെ, ഇപ്പം എൻ്റെ ഒരു വ്യൂ നോക്കുകയാണെങ്കിൽ ഞാൻ 4 അവറിൽ ഒരു വ്യൂ പറഞ്ഞുതരാം. ജസ്റ്റ് ഞാൻ ഒരു മാർക്ക് ചെയ്യുന്നുണ്ട്.
ഓക്കെ, ഇവിടെ നല്ലൊരു ബൈയിങ് നടന്നിട്ടുണ്ട് മാർക്കറ്റിൽ. ഓക്കെ, ഇവിടെ നമ്മൾ മാർക്കറ്റ് കാണിച്ചു തരാം. ഓക്കെ, ഈ ലെവൽ മാർക്ക് ചെയ്യാം. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഫോർവേഡ് ക്യാൻഡിൽ ഞാൻ ഇപ്പം സെല്ലിംഗ് സോണൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെ. അതായത് ഇവിടെ നമുക്ക് റിജക്ഷൻ വന്നിട്ടുണ്ടായിരുന്നു, ഇവിടെ റിജക്ഷൻ വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇത് കംപ്ലീറ്റ് ഇതൊരു മെയിൻ റിജക്ഷൻ ആണ്. നമുക്ക് ട്രെൻഡ് ലൈന് അടക്കം നമുക്ക് ഇവിടെ റിവേഴ്സ് സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഒരു വ്യൂ നോക്കുകയാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം. നമുക്കറിയാം ഈ ഒരു ഗ്യാപ്പ് ഇത് നല്ലൊരു ബൈയിങ് നടന്ന ഏരിയ ആണ്. ഇവിടെ ബ്രേക്ക് ഔട്ട് സംഭവിച്ച് മാർക്കറ്റ് ഇവിടെ ടാപ്പ് ചെയ്തു, വീണ്ടും ബുള്ളിഷ് പോയി, വീണ്ടും മാർക്കറ്റ് ഡൗൺ സൈഡ് വന്നു, വീണ്ടും ബുള്ളിഷ് പോയിട്ടുണ്ട്, ഡൗൺ സൈഡ് വന്നു, ബുള്ളിഷ് പോയി, ഇതൊക്കെ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഗ്യാപ്പ് ഞാൻ ഫിൽ ചെയ്യാൻ കാരണം ഇവിടെ നല്ലൊരു ബൈയിങ് നടന്നിട്ടുണ്ട് ഇവിടെ. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഇവിടെ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് സംഭവിച്ചു, റീടെസ്റ്റ് ചെയ്തു. ദെൻ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് നിങ്ങൾ പറഞ്ഞത് ഇവിടെ ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ മാർക്കറ്റ് ഇങ്ങനെ പോയിട്ട് ടെസ്റ്റ് ചെയ്യാൻ വരികയാണെങ്കിൽ ഇവിടുന്ന് ബൈ എടുക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ മാർക്കറ്റ് ഓപ്പൺ ആയി ആരെങ്കിലും വിളിച്ച് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ പോകാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പം എൻ്റെ ഒരു വ്യൂ നോക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഇവിടുന്ന് ബുള്ളിഷ് പോയിട്ട് മാർക്കറ്റ് കുറച്ച് ചിലപ്പോൾ ഇവിടെ ടാപ്പ് ചെയ്തിട്ട് നമുക്ക് ഇവിടുന്ന് ബൈ എൻട്രി എടുക്കാം. ഇവിടുന്ന് കുറച്ച് ബുള്ളിഷ് പോയിട്ട് ഒന്നെങ്കിൽ ഇവിടുന്ന് റിജക്ഷൻ സംഭവിക്കും. ഓക്കെ, ഇവിടുന്ന് റിജക്ഷൻ സംഭവിക്കും, ഇവിടെ വന്നിട്ട് ഇവിടുന്ന് റിജക്ഷൻ സംഭവിക്കും. അപ്പോൾ ഇവിടുന്ന് നമുക്ക് സെൽ എൻട്രി എടുക്കാവുന്നതാണ്. ഇവിടെ എങ്ങനെ എടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഫോർവേഡ് ക്യാൻഡിൽ നോക്കുക, ഇവിടുന്ന് ബ്രേക്ക് ഔട്ട് സംഭവിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാം, മാർക്കറ്റിൽ എക്സിറ്റ് ആവുന്ന രീതിയിൽ ട്രേഡ് എടുക്കുക. അഥവാ ആ ക്യാൻഡിൽ ഇപ്പോൾ ഇവിടുന്ന് ടെസ്റ്റ് ചെയ്യാൻ വരുന്ന ഈ ക്യാൻഡിൽ എന്ന് പറഞ്ഞ സാധനം, ഈ ക്യാൻഡിൽ ബ്രേക്ക് ഔട്ട് ആയില്ല, റിജക്ഷൻ ക്ലോസ് ആണ്. ഇതുപോലെ ക്ലോസ് ആവുകയാണെങ്കിൽ ബ്രേക്ക് ഔട്ട് ആവാതെ ക്ലോസ് ആവുന്ന എന്ത് ചെയ്യുക, നിങ്ങൾക്ക് സെൽ എൻട്രി എടുക്കാം. ചെറിയൊരു സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് എന്ത് ചെയ്യുക, മാർക്കറ്റിൽ ഒരു സെൽ എടുക്കാവുന്നതാണ്. ഞാൻ അതുപോലെ തന്നെ ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ ഒന്നെങ്കിൽ ഇവിടുന്ന് റിവേഴ്സ് സംഭവിച്ചിട്ട് മാർക്കറ്റ് ഡൗൺ സൈഡ് ആയിരിക്കും ഉണ്ടാവുക, അല്ലെങ്കിൽ മാക്സിമം ഈ ഒരു ലെവൽ. ഓക്കെ, ഈ ലെവലാണ് ഒരു ഇമ്പോർട്ടൻറ്റ് ലെവലാണ്, ഏറ്റവും ടോപ്പാണ് ഇത്. ഓക്കെ, ഇവിടുന്ന് മാർക്കറ്റ് റിജക്ഷൻ സംഭവിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യുക, സെൽ എൻട്രി എടുക്കുക. ഇതിനാകുമ്പോൾ ഒരു SL വെച്ചിട്ട് എന്ത് ചെയ്യുക, ട്രേഡ് എടുക്കാവുന്നതാണ്. അപ്പോൾ ഏത് ട്രേഡ് എടുക്കുകയാണെങ്കിൽ കുറച്ച് പ്രോഫിറ്റ് റണ്ണിങ് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യുക, മാർക്കറ്റിൽ സ്റ്റോപ്പ് ലോസ് എന്ത് ചെയ്യുക, എൻട്രിയിലോട്ട് വെച്ചിട്ട് എന്ത് ചെയ്യുക, മാർക്കറ്റിൽ അതുപോലെ ചെയ്യാം. ഓക്കെ, ഇനി അഥവാ ഇതും ബ്രേക്ക് ഔട്ട് സംഭവിക്കുകയാണ് പിന്നെ നിങ്ങൾ എന്ത് ചെയ്യരുത്, സെല്ലിലോട്ട് പിന്നെ നോക്കരുത് ഇപ്പം തന്നെ. കാരണം വെച്ചാൽ ഇതും ഈ ഒരു ലെവലും മാർക്കറ്റ് ഫോർവേഡ് ക്യാൻഡിലൊക്കെ ബ്രേക്ക് ഔട്ട് സംഭവിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യുക, പിന്നെ നിങ്ങൾ സെൽ എൻട്രി ഹോൾഡ് ചെയ്യരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, വീണ്ടും ബുള്ളിഷ്, വീണ്ടും നല്ല ബുള്ളിഷ് പോലുള്ള ചാൻസ് ഉണ്ട്. അത് ഡിപ്പെൻസ്, നാളത്തെ മാർക്കറ്റ് ഓപ്പൺ ആയാലും നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന്റെ അപ്ഡേറ്റ്സും കാണൊക്കെ എന്ത് ചെയ്യുക, ഗ്രൂപ്പിൽ ഞാൻ വേണമെങ്കിൽ പറഞ്ഞുതരാം. ഈ ഒരു അനലൈസിന്റെ അപ്ഡേറ്റ്സ് എന്തൊക്കെയാണ്, ഞാൻ മാർക്കറ്റിൽ ട്രേഡ് എടുത്തോ അതുപോലെ കാണൊക്കെ എന്ത് ചെയ്യുക, ഞാൻ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എൻ്റെ ഒരു വ്യൂ ഞാൻ പറഞ്ഞു. അതായത് ഞാനിപ്പോൾ ഇവിടുന്ന് ഒരു ബൈ എൻട്രി എടുക്കും. നിങ്ങൾ ടെസ്റ്റ് ചെയ്യാൻ വരികയാണെങ്കിൽ എന്ത് ഞാൻ ഇവിടുന്ന് ബൈ എൻട്രി എടുക്കും. റിജക്ഷൻ ക്ലോസ് ആണെങ്കിൽ മാത്രമേ എൻട്രി എടുക്കത്തുള്ളൂ. ഓക്കെ, അപ്പോൾ എല്ലാ കാര്യങ്ങളും നോക്കും, മാർക്കറ്റിന്റെ സെന്റിമെന്റും കാര്യങ്ങളൊക്കെ നോക്കുന്നതായിരിക്കും. ഇവിടുന്ന് ബൈ എൻട്രി എടുക്കും. ഒന്നെങ്കിൽ ഇവിടുന്ന് ഞാൻ എന്ത് ചെയ്യും, എക്സിറ്റ് ആവും. ഓക്കെ, ഇവിടുന്ന് എക്സിറ്റ് ആയിട്ട് വേറെ ഇങ്ങനെ ക്ലോസിംഗ് നടക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, വീണ്ടും സെല്ലിൽ എൻറ്റർ ചെയ്തിട്ട് ഹോൾഡ് ചെയ്യുന്നതായിരിക്കും. മാക്സിമം ഞാൻ ആ ട്രേഡ് ഹോൾഡ് ചെയ്യും. ഒന്നെങ്കിൽ ഇവിടുന്ന് ആയിരിക്കും സെല്ലിങ് നമ്മൾ സംഭവിക്കുക, അല്ലെങ്കിൽ ഇവിടുന്ന് ആയിരിക്കും. അഥവാ ഇത് ബ്രേക്ക് ഔട്ട് സംഭവിക്കുകയാണെങ്കിൽ പിന്നെ നിങ്ങൾ എന്ത് ചെയ്യരുത്, സെല്ല് നോക്കരുത്. ഓക്കെ, വീണ്ടും ബുള്ളിഷ് തന്നെ ആവാനുള്ള ചാൻസ് കൂടുതൽ. കാരണം നമുക്ക് ഇവിടെ നല്ല പ്യൂർ ആയിട്ടുള്ള ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് കിട്ടിയിട്ടുണ്ട് ഇവിടുന്ന്. അതാണ് ഞാൻ പറയാനുള്ള കാരണം. അപ്പോൾ ഓരോരുത്തർക്ക് ഓരോ സ്ട്രാറ്റജീസ് ആയിരിക്കും. ചിലർ ക്യാൻഡിൽസിന്റെ ഇതൊക്കെ നോക്കിയിട്ട് ട്രേഡ് എടുക്കുന്നവരുണ്ട്, ചിലർ പല രീതിയിലുള്ള സ്ട്രാറ്റജീസ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ കൺഫ്യൂഷൻ വന്നേക്കാം. ഇത് ജസ്റ്റ് എൻ്റെ ഒരു വ്യൂ ആയിട്ടുള്ളൊരു കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്. നമുക്കറിയാം, നമുക്ക് ട്രെൻഡ് ലൈൻ, സപ്പോർട്ട് ലൈൻ ഒക്കെ കാര്യങ്ങൾ ഫസ്റ്റ് ഡേ ഉള്ളതാണ്. ഇപ്പോൾ കുറേ SMC അതുപോലത്തെ ഒരുപാട് സംഭവമുണ്ട്. പക്ഷെ നമുക്ക് ഈ ഒരു ലൈൻ, ഈ ഒരു സംഭവം വരയ്ക്കുന്നതടക്കം നമുക്ക് SMCയിലൊക്കെ ഇൻക്ലൂഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെ നമ്മൾ ഈ ഒരു ലെവലാണ് നിങ്ങൾക്ക് പറഞ്ഞത്, സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾ കറക്റ്റ് ട്രെൻഡ് ലൈനൊക്കെ വരയ്ക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ട്രേഡിൽ എടുക്കാൻ പറ്റും. ഓക്കെ, നമ്മൾ ഈ ട്രെൻഡ് ലൈൻ 1 hour നോക്കുകയാണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും. കണ്ടോ, ഇവിടെ മാർക്കറ്റ് വന്ന് ഇവിടെ ബ്രേക്ക് ഔട്ട് സംബന്ധിച്ച് എന്ത് ചെയ്തു, റീടെസ്റ്റ് വന്ന് ഇവിടെ നമുക്ക് ബൈ എൻട്രി എടുക്കാമായിരുന്നു. പിന്നെ മാർക്കറ്റ് ക്ലോസ് ആയിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ട്രെൻഡ് ലൈനും സപ്പോർട്ട് ലൈനൊക്കെ കറക്റ്റ് വരയ്ക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോഴും മാർക്കറ്റിൽ പ്യൂറായിട്ട് ട്രേഡ് എടുക്കാൻ പറ്റും, കംപ്ലീറ്റ് നല്ലൊരു എൻട്രി എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് മാർക്കറ്റിലൊക്കെ പ്രെഡിക്റ്റ് ചെയ്യാൻ ഭയങ്കര സുഖമാണ്. മാർക്കറ്റിലെ സെല്ലും ബൈ ഒക്കെ പ്രെഡിക്റ്റ് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. പക്ഷെ അതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ റിസ്ക് മാനേജ് ചെയ്യാൻ പഠിക്കണം. അതായത് നിങ്ങൾ റിസ്ക് മാനേജ് ചെയ്തില്ലെങ്കിൽ നമുക്ക് എത്ര ട്രേഡ് പെർഫെക്റ്റ് എൻട്രി ഇട്ടിട്ടും കാര്യമില്ല. നമുക്ക് കുറേ ട്രേഡ് ഇട്ടിട്ടും ജസ്റ്റ് ഒരു 1-2 സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആകുമ്പോൾ, അല്ലെങ്കിൽ 1-2 നമ്മൾ ട്രേഡ് റിവേഴ്സ് സംഭവിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്യാപിറ്റൽ അടക്കം വൈപ്പ് ഔട്ട് ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മൾ എത്രത്തോളം റിസ്ക് എടുക്കാനും റിസ്ക് മാനേജ്മെന്റ് കാണാനൊക്കെ എന്ത് ചെയ്യണം, നമ്മൾ കംപ്ലീറ്റ് പഠിക്കണം. ഓക്കെ, നമുക്ക് അല്ലാതെ നമുക്ക് കുറേ സിഗ്നൽസ് കിട്ടിയിട്ടോ, ചിലപ്പോൾ സിഗ്നൽസ് ഒക്കെ പെർഫെക്റ്റ് ആയിരിക്കും, അതുപോലെ തന്നെ നമ്മുടെ അനലൈസ് ഒക്കെ പെർഫെക്റ്റ് ആയിരിക്കും, ബൈയൊക്കെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ മാർക്കറ്റ് കയറിയിട്ടുണ്ടാവും. അതെങ്ങനെ നമ്മൾ ട്രേഡ് മാനേജ് ചെയ്യണം കാണാനൊക്കെ നമ്മൾ കംപ്ലീറ്റ് പഠിക്കണം. വേണമെങ്കിൽ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ എന്ത് ചെയ്യുക, നെക്സ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയുള്ളൂ ഞാൻ ജസ്റ്റ് വ്യൂ പറഞ്ഞത്. അപ്പോൾ എൻ്റെ ഒരു വ്യൂ ആണ് ഞാൻ ഗോൾഡ് പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ. ഓക്കെ,
അപ്പോൾ ഇതാണ് ഞാൻ നെക്സ്റ്റ് വീക്കിൽ എക്സ്പെക്ട് ചെയ്യാൻ പോകുന്നത്. അഥവാ എന്തെങ്കിലും ചേഞ്ചസ് ഒക്കെ ഉണ്ടെങ്കിൽ മാർക്കറ്റ് നാളെ ഓപ്പൺ ആയിട്ട് പെട്ടെന്ന് സെല്ലിൽ വരിക അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.